മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഇറ്റലിയിലേക്ക് വരണ സ്റ്റുഡൻറ്റ് വിസയുടെ വീഡിയോസ്, അതുപോലെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിൽ റോമിൽ വൺ ഓഫ് ദ 3 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, റോമിലെ ഏറ്റവും നല്ല 3 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ബെസ്റ്റ്, അതുപോലെ പഠിച്ചിറങ്ങിയാലും എല്ലാം കൊണ്ടും നല്ല ഏറ്റവും ബെസ്റ്റ് 3 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ പോണേ. മാത്രമല്ല നമ്മൾ ഈ പറയുന്ന 3 യൂണിവേഴ്സിറ്റീസ് QS വേൾഡ് റാങ്കിങ് ലിസ്റ്റിലുള്ള 3 യൂണിവേഴ്സിറ്റീസ് കൂടെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ QS വേൾഡ് റാങ്കിങ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പെർഫോമൻസ് വൈസും അതുപോലെ പോപ്പുലാരിറ്റി വൈസും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള ആ ലിസ്റ്റിൽ ഉള്ള 3 യൂണിവേഴ്സിറ്റീസ് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലാ സപ്പിയൻസ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി വളരെ പുരാതനമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1303 എന്ന് പറഞ്ഞാൽ അത്രയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പറയാനുള്ള റീസൺ അതാണ്. 1303 ഫോം ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണത്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ QS വേൾഡ് റാങ്കിങ്ങിൽ 171 എന്നുള്ള 171 സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഒരു വർഷം 1,15,000 സ്റ്റുഡൻസാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓരോ ഇയറിലും പഠിച്ചിറങ്ങുന്നത്. അതിൽ 10,000 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ് ഉള്ളത്. അതിൽ 49 മാസ്റ്റർ പ്രോഗ്രാംസും അതിലെ 6 ബാച്ചിലർ പ്രോഗ്രാംസുമാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ യൂറോപ്പിലെ ആദ്യത്തെ ആസ്ട്രോണട്ടായിട്ടുള്ള ഉംബെർട്ടോ ഗുദോണി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അയാൾ ഇവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയത്. കൂടാതെ ഒരുപാട് രാഷ്ട്രീയ തലവന്മാരും അതുപോലെ ഒത്തിരി ഉന്നതരും ഒക്കെ പഠിച്ചിറങ്ങിയിരിക്കുന്ന ഒരു വളരെ പുരാതനമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ലാ സപ്പിയൻസ. അപ്പം ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ഗ്രേഡ്സ് ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന ഉണ്ടാവാനുള്ള സാധ്യത. മീൻസ് നിങ്ങളിപ്പോൾ സ്കോളർഷിപ്പൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്നാണെങ്കിലും അത്യാവശ്യം ഗ്രേഡ്സ് ഉള്ളവർക്കായിരിക്കും ഈ പറഞ്ഞ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും, അതുപോലെ സ്കോളർഷിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഗ്രേഡ്സ് വേണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം സപ്പിയൻസ അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഇവിടെ റോമിൽ തന്നെ, ഇറ്റലിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നിങ്ങൾ ഇറ്റലിയിലായിട്ട് സ്റ്റുഡൻറ്റ് വിസ നിൽക്കുന്ന ആളുകളുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇറ്റലി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ കഴിവതും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സിനെ പറ്റിയും ഏത് രീതിയിൽ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയിലായിട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി തൊർ വെർഗാത്ത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയാണ്. 1982 ഫോം ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. QS വേൾഡ് റാങ്കിങ്ങിൽ 511 സ്ഥാനത്തുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. 35,000 സ്റ്റുഡൻസാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് കപ്പാസിറ്റി. അതിൽ 6% ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഒരു യൂണിവേഴ്സിറ്റി മെയിൻലി 21st സെഞ്ച്വറിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടെന്നുള്ള രീതിയിൽ ഉള്ളൊരു ടൈപ്പ് ഒരു യൂണിവേഴ്സിറ്റി ആണെന്നാണ് ഞാൻ ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഈ യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്നുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇവരുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കോഴ്സസും പ്രോഗ്രാംസും ഉണ്ടാവും പല യൂണിവേഴ്സിറ്റീസിലും. അപ്പോൾ നമുക്ക് എല്ലാ കോഴ്സസും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ആ ലിങ്ക് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം കയറിയിട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു തൊർ വെർഗാത്ത എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റീസിൽ 106 പ്രോഗ്രാംസാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. ടോട്ടലുള്ള പ്രോഗ്രാംസ് 106 പ്രോഗ്രാംസാണ്. അതിൽ 22 പ്രോഗ്രാംസ് മാത്രമാണ് അവർ ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കയറി അവരുടെ വെബ്സൈറ്റിൽ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ കോഴ്സസാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2 പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് 1992 ഫോം ചെയ്ത റോമ 3 എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി. അപ്പം QS വേൾഡ് റാങ്കിങ്ങിൽ 800 സ്ഥാനത്താണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആനുവൽ സ്റ്റുഡൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 33,000 സ്റ്റുഡൻസാണ്. അതിൽ 5% സ്റ്റുഡൻസ് മാത്രമാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു യൂണിവേഴ്സിറ്റി കുറച്ച് റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇവിടെ 75 മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്, 16 ഡോക്ടർ സ്കൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ 5 PhD പ്രോഗ്രാംസൊക്കെ ഉള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണിത്. അപ്പം നിങ്ങൾ അഡ്മിഷൻസ് ട്രൈ ചെയ്യുമ്പോൾ അഡ്മിഷൻസ് കിട്ടാനുള്ള ചാൻസസ് കുറച്ച് പാടാണ്.
പാടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇവിടെ മാസ്റ്റർ പ്രോഗ്രാംസ് ആയിട്ട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിട്ട് പഠിപ്പിക്കുന്ന മാസ്റ്റർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഉള്ളൂ. അതിലൊന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തൊരു കോഴ്സ് കൂടിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സസ് സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ കയറിയാൽ പോലും നിങ്ങൾക്ക് ഇവർ കംപ്ലീറ്റ് നിങ്ങൾ എക്സ്പെക്റ്റേഷനിലുള്ള ഇംഗ്ലീഷിലായിരിക്കത്തില്ല ഇവർ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ 2 കൂടെ മിക്സ് ചെയ്ത് എന്ന് വെച്ചാൽ ഇറ്റലി എന്ന് പറഞ്ഞ കൺട്രിയിലാണെങ്കിൽ ഇത് 2 ലാംഗ്വേജസും മിക്സ് ആയിരിക്കും. കാരണം എൻ്റെ വൈഫൊക്കെ പഠിച്ച സമയത്ത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി കൂടി ആയിട്ടും അവർ ഇറ്റാലിയൻ പ്രൊഫസേഴ്സൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കൂടുതൽ ആളുകൾ അത്രയും വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കുന്നത് നല്ലതാണ്. എനിവേ ഇതൊക്കെയാണ് നമ്മുടെ റോമിലുള്ള 3 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്കുള്ളത്. എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു ചിലവില്ലാതെ ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള 3 യൂണിവേഴ്സിറ്റീസാണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഒരു ഇറ്റലിയിലുള്ള റോമിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻറ്റ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിൽ കോഴ്സസ് ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കയറി നോക്കിയതിന് ശേഷം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. മീൻസ് അവർക്ക് അവർ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും റാങ്കും അങ്ങനെയുള്ള മാർക്ക് കാര്യങ്ങൾ ഇതെല്ലാം അവർ എൻക്വയറി ചെയ്യും. മാത്രമല്ല നിങ്ങൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസ് എന്തെങ്കിലും ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ എന്നുള്ളത് അവർ പറയത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ ഇറ്റലിയിലായിട്ട് സ്റ്റുഡൻറ്റ് വിസ ട്രൈ ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകൾക്ക് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ആയിരിക്കും നിങ്ങളുടെ പപ്പയുടെ മമ്മിയുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ എന്താ പറയുക കാര്യങ്ങളും മാർക്കും കാര്യങ്ങളെല്ലാം അനുസരിച്ചിരിക്കും. എനിവേ ഇതാണ് റോമിലെ 1 of the 3 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. എനിവേ താങ്ക് യു.